മഞ്ഞൾ, മുളക്, മല്ലി, കുരുമുളക്, പെരിഞ്ചീരകം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സവാള ഇത്രയും സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിച്ചു. കറിവേപ്പില, പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് ഇതിൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്ത് വെച്ചതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന പരുവമാവുമ്പോൾ നമുക്ക് അതിലോട്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തളും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നാട്ടിൽ പൊതുവേ ഇതിന് പറയുന്ന പേര് കണവ എന്നാണ്. തീരെ ചെറിയ കണവയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് 3-4 മിനിറ്റ് വേണം. കണവ ഇച്ചിരി വേവ് ഉള്ളതാണ്. അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ തുറന്ന് നോക്കിയപ്പോൾ തന്നെ കണവയിൽ നിന്ന് വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകുന്ന പരുവാവുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കണവ റോസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.